ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്താണ് CPIM-ന്റെ മൂന്നാമത് അഖിലേന്ത്യാ പ്ലീനത്തിന് കൊൽക്കത്തയിൽ സമാപനമായത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് ബദൽ ശക്തിയാകാനുള്ള പുത്തൻ ഊർജ്ജം നൽകിയതോടൊപ്പം പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തിരിച്ചുവരവിന് കാഹളം മുഴക്കുന്നതായിരുന്നു കൊൽക്കത്ത പ്ലീനം. വങ്കനാട്ടിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീർത്ത ചെങ്കടലുകൾ ചെമ്പുഴയായും ചെന്തോടായും ചെങ്കുളമായും മാറുമെന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ ബ്രിഗേഡ് പരേഡ് മൈതാനത്ത് 10 ലക്ഷത്തിലധികം പോരാളികളെ അണിനിരത്തിയാണ് ബംഗാളിലെ പാർട്ടി മറുപടി നൽകിയത്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് മൈതാനം രാഷ്ട്രീയ പാർട്ടികൾ ബഹുജന റാലികൾ നടത്താനായി തിരഞ്ഞെടുക്കാറുള്ള സ്ഥിരം വേദി. എന്നാൽ പതിവ് ജനക്കൂട്ടത്തിനല്ല 2015 ഡിസംബർ 27 ബ്രിഗേഡ് പരേഡ് മൈതാനം സാക്ഷ്യം വഹിച്ചത്. പശ്ചിമ ബംഗാളിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്നും ജനം തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച ചെറുജാഥകൾ ബ്രിഗേഡ് പരേഡിൽ സംഗമിച്ചു. പ്ലീനത്തോടനുബന്ധിച്ചുള്ള മഹാറാലി നിശ്ചയിച്ചത് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നെങ്കിലും രാവിലെ 10 മണിയായപ്പോഴേക്കും മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ഇൻകുലാബ് വിളികളിൽ നഗരം മുഖരിതമായി. മൈതാനിയിൽ പ്രവേശിക്കാനാകാത്ത ലക്ഷങ്ങൾ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചെറുകടലുകൾ തീർത്തു. 10 ലക്ഷം പേരെയാണ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും റാലിയിൽ അണിചേരാൻ എത്തിയവരുടെ എണ്ണം അതിലും എത്രയോ അധികമായിരുന്നു. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തും സംഘബോധവും വിളിച്ചോതി നടന്ന മഹാറാലിയുടെ വിജയം ബംഗാളിലെ പാർട്ടി പ്രവർത്തകരുടെയും ബഹുജന സംഘടനകളുടെയും മാസങ്ങൾ നീണ്ട ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലം കൂടിയാണ്. The preparations are struggles. We had been in struggles all throughout last 4.5 years or so. And after that there had been continuous struggle, and the last to mention is of course the Jatha, that's the Padayatra, which covered over 60,000 booths, polling stations in the state, and this traveled in areas, booths which had hitherto been inaccessible for us. We are not allowed to enter there, not to conduct regular political activity, to be in touch with the people and all that. All political activities were prevented. Our party organ could not reach there. But defying all this, these rallies could march into several places, terror-stricken areas this time, and it braved the attack in some places and resisted the attack, and they could not interrupt the rally except for 1-2 places. പ്ലീനം റാലിയുടെ പ്രചരണാർത്ഥം 77,000 ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന കാൽനട ജാഥകളെ പലയിടത്തും തൃണമൂൽ ഗുണ്ടകൾ ആക്രമിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്രയ്ക്ക് നേരെ പോലും ആക്രമണമുണ്ടായി. റാലിയിൽ പങ്കെടുത്താൽ തിരിച്ച് ഗ്രാമത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന തൃണമൂൽ ഭീഷണി തൃണവൽക്കരിച്ചാണ് ജനലക്ഷങ്ങൾ തലസ്ഥാന നഗരിയിൽ പടയണി തീർത്തത്. മഹാറാലിക്ക് ശേഷം തുടർന്നുള്ള 4 ദിവസം ചൂടേറിയ ചർച്ചകൾക്കും ആത്മപരിശോധനയ്ക്കും പ്രതിനിധി സമ്മേളനം നടന്ന പ്രമോദ് ദാസ് ഗുപ്ത ഭവൻ വേദിയായി. സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ച് പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്താണ് പ്ലീനം CPIM-ന് സമ്മാനിച്ചത്. The main thing in this plenum that has happened is that the party is rejuvenated now. The idea was to strengthen the party organization, so that we will be able to meet the challenges of the present time. That job, we think the decisions have been taken. പ്ലീനത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള ബംഗാൾ CPIM-ന്റെ തീരുമാനം ധീരമായിരുന്നു. എതിർ ശബ്ദമുയർത്തിയാൽ നാവരിയുമെന്ന മമതാ ബാനർജിയുടെ തിട്ടൂരം വെല്ലുവിളിയായി ഏറ്റെടുത്താണ് പ്ലീനം ബംഗാളിൽ നടത്താൻ നിശ്ചയിച്ചത്. ഇഞ്ചോടിഞ്ച് പൊരുതിക്കയറിയ ചരിത്രമാണ് ഏതു ഭീഷണിയും നേരിടാൻ ബംഗാൾ ജനതയ്ക്ക് കരുത്താകുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ തുടങ്ങുന്നതാണ് ബംഗാൾ ജനതയുടെ തിരയൊടുങ്ങാത്ത സമര പോരാട്ടങ്ങൾ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പുലർവേളയിൽ തന്നെ ഉണർന്നെണീറ്റവരാണ് ബംഗാളിലെ ജനത. സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും പിൻപറ്റി കോൺഗ്രസ് പാർട്ടി ബംഗാളിൽ തഴച്ചു വളരുകയും ചെയ്തു.
സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വങ്കനാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു. എന്നാൽ കോൺഗ്രസ് ഭരണം ഇവർക്ക് തിരിച്ചു നൽകിയതാവട്ടെ ജന്മിത്വ ചൂഷണത്തിൻ്റെയും ഭരണകൂട ഭീകരതയുടെയും കറുത്ത നാളുകളാണ്. ഇന്ത്യ വിഭജനത്തിന്റെ മുറിവുകൾ ആഴത്തിൽ പതിഞ്ഞ നാടാണ് പശ്ചിമബംഗാൾ. വർഗീയ കലാപങ്ങളും അഭയാർത്ഥി പ്രവാഹവും സ്വാതന്ത്ര്യാനന്തരം ബംഗാളിലെ തെരുവുകളെ കലുഷിതമാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയതിനു ശേഷം 1947 നവംബർ 1 നിയമസഭ സമ്മേളിച്ചു. പശ്ചിമബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയായ പ്രഫുല്ല ചന്ദ്രഘോഷ് ജനങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചു. കലാപങ്ങളെ തടയാനെന്ന പേരിൽ പശ്ചിമബംഗാൾ സെക്യൂരിറ്റി ലോ എന്ന കരിനിയമം തലങ്ങും വിലങ്ങും പ്രയോഗിച്ച് സർക്കാർ സർവമാന ജനങ്ങളെയും വേട്ടയാടി. വർഗീയ കലാപങ്ങൾ രാജ്യമൊട്ടുക്ക് ആളിപ്പടർന്നപ്പോൾ സമുദായ മൈത്രിക്കു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തിറങ്ങി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഇടപെടലുകളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. സൗമേന്ദ്രനാഥ ടാഗോർ, ജ്യോതി ബസു ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഇരുമ്പഴിക്കുള്ളിലായി. 1950കളിൽ കോൺഗ്രസ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടുക്ക് ബഹുജന സമരങ്ങൾ ആളിപ്പടർന്നു. പുറമെ നിന്നും കൊൽക്കത്ത നഗരത്തിലെത്തുന്നവർക്ക് റോഡിലൂടെ ഓടുന്ന ഈ ചെറിയ ട്രെയിൻ അത്ഭുതവും കൗതുകവുമാണ്. എന്നാൽ ബംഗാൾ ജനതയ്ക്ക് സമാനതകളില്ലാത്ത ഒരു സമര പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ് ഇത്. റോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ ഓടുന്ന ട്രാം എന്നു പേരുള്ള 2 ബോഗിയുള്ള ട്രെയിൻ രാജ്യത്ത് കൊൽക്കത്ത നഗരത്തിൽ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഒരു കാലത്ത് വെള്ളക്കാരുടെയും പ്രഭുക്കന്മാരുടെയും വാഹനമായിരുന്ന ട്രാം പിന്നീട് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള മാർഗമായി. 1953 ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത ട്രാംവേ കമ്പനി കോൺഗ്രസ് സർക്കാരിന്റെ അനുവാദത്തോടെ യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. സാധാരണക്കാർക്ക് ആശ്രയമായിരുന്ന ട്രാമിന്റെ നിരക്ക് വർധന വൻ പ്രതിഷേധത്തിനിടയാക്കി. സമരത്തിന്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തു. സമരത്തെ അടിച്ചമർത്താൻ കോൺഗ്രസ് സർക്കാർ വൻ പോലീസ് സന്നാഹത്തെ നിയോഗിച്ചു. എന്നാൽ സമരവീര്യത്തിനു മുന്നിൽ പോലീസും സർക്കാരും മുട്ടുമടക്കി. വർദ്ധിപ്പിച്ച നിരക്കുകൾ പിൻവലിച്ചു. 1964 ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്ത് ജ്യോതി ബസു ധനഗതാഗത മന്ത്രിയായപ്പോൾ സ്വകാര്യ കുത്തക അവസാനിപ്പിച്ച് ട്രാം ദേശസൽക്കരിച്ച് സർക്കാർ നിയന്ത്രണത്തിലാക്കി. 1954 അധ്യാപക സമരം പശ്ചിമ ബംഗാളിന്റെ മുക്കിലും മൂലയിലും ആളിപ്പടർന്നു. 62 രൂപ മുതൽ 96 രൂപ വരെയായിരുന്നു അധ്യാപകരുടെ ശമ്പളം. മാന്യമായ വേതനവും തൊഴിൽ സുരക്ഷിതത്വവും വേണമെന്ന ആവശ്യം ഭരണകൂടം ചെവിക്കൊണ്ടില്ല. അധ്യാപകരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ സമരരംഗത്തിറങ്ങി. തോക്കും ലാത്തിയും ഉപയോഗിച്ച് സർക്കാർ സമരത്തെ നേരിട്ടു. സർക്കാർ ഭീഷണിയിൽ മുട്ടുമടക്കാതെ അധ്യാപകർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും അധ്യാപക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. 1956 ഫെബ്രുവരി 14 നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയ സമരക്കാർക്ക് നേരെ പോലീസ് നിറയൊഴിച്ചു. 5 പേർ രക്തസാക്ഷികളാവുകയും 160ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തുടർ ദിവസങ്ങളിലും പോലീസ് വേട്ട അവസാനിപ്പിച്ചില്ല. ജ്യോതി ബസു ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റിലായി. അധ്യാപകരുടെ ആവശ്യങ്ങൾ ഭാഗികമായി അംഗീകരിച്ചതിന് ശേഷമാണ് 12 ദിവസം നീണ്ടുനിന്ന ചരിത്ര പ്രക്ഷോഭം അവസാനിച്ചത്. 1955 ഗോവ വിമോചന സമരം, 1956 ബംഗാൾ ബീഹാർ ലയനത്തിനെതിരായ പ്രക്ഷോഭം, 56 തന്നെ ഭക്ഷ്യസമരം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സമരങ്ങൾക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. ബംഗാളിൽ സമരജ്വാലകൾ തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിയമനിർമ്മാണ സഭയിലും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. 1972 തിരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ജനാധിപത്യം പൂർണ്ണമായും കശാപ്പ് ചെയ്യപ്പെട്ട തിരഞ്ഞെടുപ്പ്. ജനാധിപത്യം അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരിന്റെ മുഖ്യ പരിപാടി കമ്മ്യൂണിസ്റ്റ് വേട്ടയായിരുന്നു. ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതകൾ മുഴുവൻ ഏറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിഷ്പക്ഷ വിധിയെഴുത്തുണ്ടായ 1977 തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തി. കോൺഗ്രസിൽ നിന്നും അധികാരത്തിന്റെ ചെങ്കോൽ പിടിച്ചുവാങ്ങി ബംഗാൾ ജനതയുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നേതാവ് ജ്യോതി ബസു തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയായി. ജനപക്ഷ ഭരണത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ആവിഷ്കരിച്ച് അധികാര വികേന്ദ്രീകരണം എന്ന മാതൃക രാജ്യത്തിന് കാട്ടിക്കൊടുത്തത് ജ്യോതി ബസു സർക്കാരായിരുന്നു. ജന്മിത്വ ചൂഷണത്തിൽ നിന്നും പാവങ്ങളെ മോചിപ്പിക്കുക എന്നതിനാണ് ഇടത് സർക്കാർ പ്രഥമ പരിഗണന നൽകിയത്. അധികാരത്തിലേറി വൈകാതെ തന്നെ ഭൂപരിഷ്കരണം നടപ്പാക്കി. ജന്മികളുടെ കീഴിൽ അടിമകളെ പോലെ പണിയെടുത്തിരുന്ന കുടിയാന്മാർക്ക് ഭൂമിയും കുടികിടപ്പ് അവകാശവും നൽകി. 28 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഭൂപരിഷ്കരണത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചത്. പശ്ചിമ ബംഗാളിലെ 83% കൃഷിഭൂമിയും ഇന്ന് ചെറുകിട കർഷകരുടെ കയ്യിലാണ്.
കർഷകർക്ക് കൃഷിഭൂമി സ്വന്തമായതോടെ കാർഷിക മേഖലയിലെ ഉന്നമനത്തിനാണ് പിന്നീട് ജ്യോതി ബസു സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭക്ഷ്യോൽപാദനത്തിൽ പ്രതിവർഷം 6% വർധന കൈവരിക്കാനായി. കാർഷികോൽപാദനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പശ്ചിമ ബംഗാൾ മിച്ച സംസ്ഥാനമായി. ജ്യോതി ബസു സർക്കാരിൻ്റെ ഭരണകാലത്ത് വിദ്യാഭ്യാസ രംഗത്തും ബംഗാൾ പുരോഗതി കൈവരിച്ചു. കൂടുതൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇടതു സർക്കാരിൻ്റെ അടുത്ത ലക്ഷ്യം. ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് തൊഴിൽ നൽകാനായി വ്യവസായവൽക്കരണം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ കടന്നു. ഈ കൃഷിയെ ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയില്ല. കർഷകരുടെ മക്കളാണ് വിദ്യാഭ്യാസം നേടി, ഉന്നത വിദ്യാഭ്യാസം നേടി, കാർഷികമായിട്ട് അവരുടെ മെച്ചപ്പെട്ട അവർ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ആ മക്കൾ വന്നപ്പോഴേ അവരുടെ കുട്ടികളും അവരുടെ ആളുകളും വന്നപ്പോൾ പുതിയ ജനറേഷന് പുതിയ ജോലി വേണമായിരുന്നു. അപ്പം അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കുറവായിരുന്നു. പുതിയ ചെറുപ്പക്കാർക്ക് ഇനി ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വൻതോതി വന്നേ പറ്റും. കൃഷിയുടെ ഒരു സ്റ്റാഗ്നേഷൻ വന്നു. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ വളർച്ച നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായം വളർത്തണം. ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2006 വൻ ഭൂരിപക്ഷത്തിലാണ് കൊണ്ട് ജയിച്ചത്. കൃഷി നമ്മുടെ അടിസ്ഥാനം, വ്യവസായം നമ്മുടെ ഭാവി എന്ന മുദ്രാവാക്യവുമായാണ് ഇടതുപക്ഷം 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കാലഘട്ടം ആവശ്യപ്പെട്ട ആ മുദ്രാവാക്യത്തിന് ബംഗാളിലെ ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും ചെയ്തു. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കൂടുതൽ വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമം ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ ആരംഭിച്ചു. വ്യവസായവൽക്കരണ ഉദ്യമങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്രം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബംഗാളിന് അനുവദിച്ചില്ല. സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായുള്ള അനുമതി അപേക്ഷകളിലും കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തി. ചെറുകിട പൊതുമേഖലാ വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യവസായ നയമാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത്. ആ കാലത്താണ് 1 ലക്ഷം രൂപയുടെ കാർ എന്ന ആശയവുമായി ടാറ്റ മോട്ടോഴ്സ് രംഗത്തെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ കാർ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ ടാറ്റ താൽപ്പര്യം പ്രകടിപ്പിച്ചു. 10,000 പേർക്ക് പ്രത്യക്ഷത്തിലും 1 ലക്ഷത്തിലധികം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നതാണ് സർക്കാരിനെ പദ്ധതിയിലേക്ക് ആകർഷിച്ചത്. കൊൽക്കത്ത ദില്ലി അതിവേഗ പാതയിൽ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ മാറി സിംഗൂരിൽ പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തി. കർഷകരുടെ അഭിപ്രായം ആരാഞ്ഞ് അനുവാദം വാങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഭൂമി നൽകുന്നവർക്ക് നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുമെന്ന് ഉറപ്പ് നൽകി. ഒറ്റ കൃഷി നടത്തുന്ന ഭൂമിക്ക് ഏക്കറിന് 14 ലക്ഷം രൂപയും 1-ലധികം കൃഷി ഇറക്കുന്ന ജലസേചന സൗകര്യമുള്ള ഭൂമിക്ക് 45 ലക്ഷം രൂപയുമാണ് പ്രതിഫലം നിശ്ചയിച്ചത്. സിംഗൂരിന്റെ പുരോഗതിക്കായി 90% കർഷകരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി പ്രതിഫലവും വാങ്ങി. ഏറ്റെടുത്ത ഭൂമി സർക്കാർ ടാറ്റയ്ക്ക് കൈമാറി. എന്നാൽ 10% വരുന്ന കർഷകർ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പട്ടയമോ മതിയായ രേഖകളോ ഇല്ലാത്തവരായിരുന്നു ഇതിൽ ഏറെയും. വ്യവസായവൽക്കരണ നയത്തിന്റെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ സമാന സംഭവങ്ങളാണ് നന്ദിഗ്രാമിലും ഉണ്ടായത്. ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നത്തിൽ ഇടതുവിരുദ്ധ ശക്തികളെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഴവിൽ സഖ്യമുണ്ടാക്കി. മാവോയിസ്റ്റുകൾ മുതൽ വർഗീയ സംഘടനകൾ വരെ അണിനിരന്നു. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ വലിയ വിഭാഗം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം അവസാനിപ്പിക്കാൻ ഇതിലേറെ നല്ലൊരവസരം ഇനി ലഭിക്കില്ലെന്ന് മമതാ ബാനർജിക്ക് അറിയാമായിരുന്നു. ഇടതു പാർട്ടികളുടെ ശക്തിയായ കർഷകരെ അകറ്റുന്നതിനായി മമത തന്ത്രങ്ങൾ മെനഞ്ഞു. നന്ദിഗ്രാമിലും സിംഗൂരിലും പശ്ചിമ ബംഗാളിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചു. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായി. നിരോധനാജ്ഞ അവഗണിച്ച് നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. പ്രതിഷേധങ്ങൾ കലാപങ്ങളായി മാറി. ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കില്ലെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും രക്തരൂക്ഷിത കലാപങ്ങൾ അവസാനിപ്പിക്കാൻ മമതാ ബാനർജി നേതൃത്വം നൽകിയ ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമിതി തയ്യാറായില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മമതയുടെ ലക്ഷ്യം. ജനകീയ ഒരു വികാരമുണ്ടാക്കാനും തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും കഴിയും. ഇത് പിന്നെ മീഡിയയ്ക്ക് ഭയങ്കര പങ്കുണ്ടായിരുന്നു. അത് ബംഗാളിലെ മീഡിയ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു പ്രക്ഷോഭണത്തിനെ ഒരു പോയിന്റായിട്ട് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സിംഗൂരിന്റെയും നന്ദിഗ്രാമിന്റെയും പേരിൽ പൊതുജന വികാരം ഇടതു സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ മമതാ ബാനർജിക്കായി. പരിവർത്തനം എന്ന മമതയുടെ മുദ്രാവാക്യം ജനങ്ങൾ വിശ്വസിച്ചു. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 34 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി സർക്കാർ അധികാരത്തിലേറി. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും നിണമൊഴുകിയ ആ നാളുകൾ മറക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനത. അധികാരക്കൊതിമൂത്ത് മമതാ ബാനർജി എന്ന കൂർമ്മബുദ്ധിക്കാരി നടത്തിയ കൊടും ചതിയുടെ തിക്തഫലങ്ങൾ ഇപ്പോഴും ഇവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സിംഗൂരിലെ ഏറ്റെടുത്ത കൃഷിഭൂമി കർഷകർക്ക് തിരിച്ചു നൽകുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ ഇതുവരെ മമതയ്ക്ക് കഴിഞ്ഞില്ല. പുതിയ വ്യവസായങ്ങളോ തൊഴിലവസരങ്ങളോ ഇല്ല. കാർഷിക മേഖലയിലും മരവിപ്പ്.
സ്വന്തം നാട്ടിൽ ജോലിയോ കൂലിയോ ലഭിക്കാതെ ബംഗാളികൾ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലി തേടി പോകുന്നു. സിംഗൂർ നാനോ ഫാക്ടറിയെ എതിർത്തവർ പോലും ഇന്ന് പശ്ചാത്തപിക്കുന്നു. സിംഗൂരിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്താൽ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ കാണാം. നാനോ ഫാക്ടറിക്ക് വേണ്ടി ടാറ്റ പണിത കെട്ടിടത്തിന്റെ അതിരിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന ചില യുവാക്കൾ മമതാ ബാനർജിക്കെതിരായ വികാരമാണ് പങ്കുവച്ചത്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ സർക്കാരിനെതിരായി എന്തെങ്കിലും പറയാൻ അവർക്ക് ഭയമാണ്. ജോലിയോ കൂലിയോ ഇല്ലാതെ അർദ്ധപട്ടിണിയുമായി ഭയപ്പാടോടെ കഴിയേണ്ട സ്ഥിതിയിലാണ് മമതാ ഭരണത്തിൽ ബംഗാളിലെ ഗ്രാമീണ ജനത. वो जो पब्लिक ने जो आशा किया था, जो वहाँ पर टाटा आएगा, फैक्ट्री होगा, बहुत कुछ होगा, सबको रोजी रोटी मिलेगा, नौकरी मिलेगा, बिजनेस बढ़ेगा, सो तो हुआ नहीं. बिजनेस भी नहीं हुआ, नौकरी भी नहीं हुआ और ज़मीन भी वापस नहीं मिला. और ज़मीन का जो हालत करके रखा है, वो ज़मीन मिलने से भी वहाँ पर खेती नहीं हो सकता है. കൾട്ടിവേഷൻ का लायक नहीं है वो. 1972 സിദ്ധാർത്ഥ ശങ്കറയുടെ അർദ്ധ ഫാസിസ്റ്റ് ഭരണത്തെ വെല്ലുന്ന ഭരണമാണ് ഇപ്പോൾ ബംഗാളിലേത്. ഭരണം നടത്തുന്നതിനേക്കാൾ തൃണമൂൽ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും കൊലവിളി മുഴക്കുന്നതിലാണ് താൽപ്പര്യം. ശാരദ ചിട്ടി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽപ്പെട്ട് തൃണമൂൽ എംപിമാരും മന്ത്രിമാരും പലരും ഇരുമ്പഴിക്കുള്ളിലായി. ഇന്ത്യൻ ഭരണഘടന പൗരന് അനുവദിച്ചു നൽകിയ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉൾപ്പെടെ മുഴുവൻ മൗലികാവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ടാണ് മമതാ ഭരണം മുന്നോട്ടു പോകുന്നത്. മമതാ ബാനർജി മുഖ്യമന്ത്രിയായതിനു ശേഷം സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് പോലും ബംഗാളിൽ നടന്നിട്ടില്ല. മമതയുടെ 4.5 വർഷത്തെ ഭരണത്തിനിടെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഇടതുപക്ഷക്കാരായ 159 പേർ കൊല ചെയ്യപ്പെട്ടു. 1000-ലധികം പാർട്ടി ഓഫീസുകൾ തകർത്തു. 2013 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50%-ലധികം സീറ്റുകളിൽ ഇടതുപക്ഷത്തെ മത്സരിക്കാൻ പോലും അനുവദിച്ചില്ല. 2015 മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ ആക്രമണത്തിൽ 21 പേർക്ക് പരിക്കേറ്റു. തൃണമൂൽ പ്രവർത്തകർ നടത്തിയ ബൂത്ത് പിടുത്തം ക്യാമറയിൽ പകർത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും മമതാ കാലത്ത് വർദ്ധിച്ചു എന്ന് സർക്കാരിന്റെ തന്നെ കണക്കുകൾ വ്യക്തമാകുന്നു. 34 വർഷത്തെ ഇടതുഭരണകാലത്ത് ഒരു വർഗീയ കലാപം പോലും കാണാത്ത ബംഗാൾ ഇന്ന് വർഗീയ സംഘർഷങ്ങളുടെ തലസ്ഥാനമായി. മാൽഡ ഉൾപ്പെടെ സമീപകാല സംഭവങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. മമതാ ഭരണം അടുത്ത ജനങ്ങൾ വീണ്ടും ഇടതുഭരണം ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ പാതയിലാണ്. CPIM പ്ലീനത്തോടനുബന്ധിച്ച് ബ്രിഗേഡ് പരേഡ് മൈതാനിയിൽ നടന്ന റാലിയിൽ ഒഴുകിയെത്തിയ ജനലക്ഷങ്ങൾ ഈ നിഗമനത്തിന് അടിവരയിടുന്നു. We are in the battle to win the battle. We know that the attacks will intensify and we are prepared to resist it, overcome this attack and see that the people come victorious. പോർവിളി മുഴക്കുന്ന ഭരണകൂടത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ നാമ്പുനുള്ളാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബംഗാൾ ജനതയ്ക്കുള്ള പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കാനോ കഴിഞ്ഞില്ലെന്നതിൻ്റെ തെളിവാണ് കൽക്കത്ത നഗരം കവിഞ്ഞൊഴുകിയ ജനസാഗരം. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടന്നാൽ വങ്കനാട്ടിൽ വീണ്ടും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ചെങ്കൊടി പ്രസ്ഥാനം.